നമസ്കാരം. മെസ്സിക്ക് ശേഷം എന്തായിരിക്കും അർജന്റീനയുടെ അവസ്ഥ? അർജന്റീനയ്ക്ക് ഈ ഫോമിൽ തന്നെ തുടരാനാകുമോ? മെസ്സി ഇല്ലെങ്കിൽ അർജന്റീന ഉണ്ടോ? എത്ര ചോദ്യങ്ങളാണ്. ഈ ലോകകപ്പിന്റെ മുഖത്തും അത്തരം കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്കലോണിയുടെ തന്ത്രങ്ങൾ പാളിയപ്പോൾ പലപ്പോഴായി പലരും ഇതേ ചോദ്യം ചോദിച്ചു. മെസ്സിക്ക് ശേഷം എന്താണ് അർജന്റീനയുടെ അവസ്ഥ? സ്കലോണി അതിനുത്തരം തന്നിരിക്കുന്നു, അതും ഇതേ ലോകകപ്പിൽ വെച്ച്. മറ്റു ടീമുകളുടെ കോച്ചുമാരെന്ന് കാണിക്കാത്ത വലിയൊരു ധീരതയാണ് ഇന്ന് സ്കലോണി കാണിച്ചത്. സ്കലോണി തന്റെ പുതിയ ടീമിനെ ഇന്ന് അവതരിപ്പിച്ചു. കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ലെവലിൽ സ്ഥാനം ലഭിക്കാതിരുന്ന കളിക്കാരെ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ മത്സരത്തിലെ ആദ്യ ലെവനെ സ്കലോണി പ്രഖ്യാപിച്ചത്. മെസ്സി ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങളെ പുറത്തിരുത്തി. കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ 11 ഉൾപ്പെട്ട 2 താരങ്ങൾ മാത്രമാണ് ജോർദാനെതിരായ മത്സരത്തിൽ ആദ്യ 11 വന്നത്. 2 മാർട്ടിനസുമാർ, ഗോൾ കീപ്പറും സ്ട്രൈക്കറും. മറ്റെല്ലാ കളിക്കാരെയും സ്കലോണി പുറത്തിരുത്തി. മത്സരം ജോർദാനെതിരെയാണ്. ജോർദാനും അർജന്റീനയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അർജന്റീനയ്ക്ക് വലിയ മുൻതൂക്കമുള്ള കളിയാണ്. ഒരു പരാജയം അർജന്റീനയെ സംബന്ധിച്ച് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒന്നായി മാറുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിലാണ് സ്കലോണി ധൈര്യപൂർവ്വം ഒരു തീരുമാനം കൈക്കൊണ്ടത്. മെസ്സി ഇല്ലാതെ ഒരു കളി കളിക്കാൻ. ഒന്നാം പകുതി ഏറ്റവും മികച്ചതാക്കി എന്ന് പറയാം. പ്രത്യേകിച്ചും സെൽസോയുടെ നീക്കങ്ങൾ ഏറ്റവും മികച്ചതായിരുന്നു എന്നതാണ് സത്യം. കോപ്പാസ് അടക്കമുള്ള താരങ്ങൾ തങ്ങൾക്ക് ലഭിച്ച അവസരത്തെ പരമാവധി മുതലെടുക്കാൻ ശ്രമിച്ചു. ആദ്യ പകുതി മുഴുവൻ അർജന്റീനയുടെ നിയന്ത്രണത്തിലായിരുന്നു. മികച്ച മത്സരം തന്നെ അർജന്റീന കാഴ്ചവെച്ചു. മെസ്സിക്ക് ശേഷവും അർജന്റീനയ്ക്ക് ഭാവിയുണ്ട് എന്ന് സ്കലോണി പറയാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ രണ്ടാം പകുതിയിൽ സ്കലോണി തന്ത്രങ്ങൾ മാറ്റി. രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങളെ രംഗത്തിറക്കാൻ സ്കലോണി ആലോചിച്ചു എന്ന് വ്യക്തമാണ്. കാരണം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങൾ അവിടെ പരിശീലനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു. ഒന്നാമത്തെ ഗോൾ വഴങ്ങേണ്ടി വന്നതോടെ മെസ്സി ഉൾപ്പെടെയുള്ളവരെ വേഗത്തിൽ കളത്തിലേക്ക് ഇറക്കുകയും ചെയ്തു. മെസ്സി ഒരു ഗോൾ നേടുകയും തന്റെ ഗോൾ നേട്ടം 19 വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം ലോകകപ്പിൽ തുടർച്ചയായ 7 മത്സരങ്ങളിൽ ഗോളടിക്കുന്ന ഏക കളിക്കാരൻ എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കുകയും ചെയ്തു. അർജന്റീനയുടെ ഭാവി സുരക്ഷിതമാണ് എന്ന് പറയാനും അതിനുള്ള ഒരു തലമുറ കടന്നു വരുന്നുണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനും സ്കലോണി ശ്രമിക്കുകയാണ് ചെയ്തത് എന്നത് വ്യക്തമാണ്. വരും ദിവസങ്ങളിൽ, വരും കളികളിൽ ഈ താരങ്ങളുടെ സേവനം ഒരുപക്ഷെ അർജന്റീനയ്ക്ക് കൂടുതൽ മുതൽക്കൂട്ടാവുകയും ചെയ്യും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.